Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ സ്കീംസ് ആൻഡ് ഇന്റർഫേസസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം IO ഡിവൈസസ് സ്ലോ ആയിട്ടുള്ള ഡിവൈസസ് ആണ്. അതുകൊണ്ട് തന്നെ അത് സിസ്റ്റം ബസ്സുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. IO ഡിവൈസസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസസും CPU എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസും ആണ്. അതുകൊണ്ട് അവയുടെ ഓപ്പറേറ്റിംഗ് മോഡ്, ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ്, വേർഡ് ഫോമാറ്റ് അതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെയും പ്രോസസ്സറിനെയും തമ്മിൽ സിങ്ക്രണൈസ് ചെയ്യണമെങ്കിൽ ഒരു ഹൈ സ്പീഡ് ഇൻ്റർഫേസ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ ഒരു ഹൈ സ്പീഡ് ഇൻ്റർഫേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, IO ഡിവൈസസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡേറ്റ CPU-ന്റെ ഓപ്പറേറ്റിംഗ് മോഡിനും ഡേറ്റ ട്രാൻസ്ഫറിനും വേർഡ് ഫോമാറ്റിങ്ങിനും ഒക്കെ മാച്ചിങ് ആയിട്ട് സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ സാധിക്കുള്ളൂ. ബേസിക്കലി എന്താ നടക്കുന്നത് എന്ന് വെച്ചാൽ IO ഡിവൈസസ് ഡേറ്റ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ ഹൈ സ്പീഡ് ഇന്റർഫേസിന്റെ ബഫറിലോട്ട് ഈ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഡേറ്റ ഈ ബഫറിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈ സ്പീഡ് ഇന്റർഫേസ് CPU-വിന് ഒരു സിഗ്നല് സെൻഡ് ചെയ്യും. എന്നിട്ട് CPU-ന്റെ അക്നോളജ്മെന്റ് വെയിറ്റ് ചെയ്ത് നിൽക്കും. അക്നോളജ്മെന്റ് കിട്ടിയതിന് ശേഷം ഈ ബഫറിൽ കിടക്കുന്ന ഡേറ്റ ഹൈ ഡേറ്റ റേറ്റിൽ CPU-യിലേക്കോ അല്ലെങ്കിൽ മെമ്മറിയിലേക്കോ എവിടേക്കാണെങ്കിലും അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും. അതുവഴിയാണ് ഇങ്ങനെ ഒരു സ്പീഡ് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ CPU-യും IO-യും തമ്മിലുള്ളത്, അത് മിനിമൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. രണ്ട് ടൈപ്പ് ഇന്റർഫേസസ് ആണുള്ളത്, നോൺ പ്രോഗ്രാമബിളും അതുപോലെ തന്നെ പ്രോഗ്രാമബിളും. നോൺ പ്രോഗ്രാമബിൾ എന്ന് പറയുമ്പോൾ ഡിസൈൻ ടൈമിൽ തന്നെ അതിൻ്റെ കോൺഫിഗറേഷൻ എല്ലാം പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. അതായത് ഓപ്പറേഷൻ ടൈമിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താണോ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബഫർ, അതുപോലെ തന്നെ ലാച്ച്, അതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി പ്രോഗ്രാമബിൾ എന്ന് പറയുമ്പോൾ ഒരു കൺട്രോൾ വേർഡ് രജിസ്റ്റർ കാണും, CWR എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഗ്രാമബിൾ എന്ന് പറയുമ്പോൾ CWR കാണും. ഈ കൺട്രോൾ വേർഡ് രജിസ്റ്ററിനകത്ത് കോൺഫിഗറേഷൻ പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട സമയത്ത് CWR-നകത്ത് എന്ത് വാല്യൂ ആണോ ലോഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രോഗ്രാമബിൾ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സീരിയൽ ഇന്റർഫേസ് ഉണ്ട്, പാരലൽ ഇന്റർഫേസ് ഉണ്ട്. സീരിയൽ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ ഡേറ്റ ട്രാൻസ്മിഷൻ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം. എക്സാമ്പിൾ 8251 USART, യൂണിവേഴ്സൽ സിൻക്രണസ് അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. ഇനി പാരലൽ ഇന്റർഫേസ് എടുക്കുകയാണെങ്കിൽ അതിൽ ട്രാൻസ്മിഷൻ നടക്കുന്നത് അറ്റ് എ ടൈം മോർ ദാൻ 1 ബിറ്റ്, അതായത് പാരലൽ ആയിട്ടായിരിക്കും ട്രാൻസ്മിഷൻ നടക്കുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ 8255 PPI പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ്. പിന്നെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ 8259 ഇൻട്രപ്റ്റ് കൺട്രോളർ, അതുപോലെ 8253 പ്രോഗ്രാമബിൾ ഇന്റർവെൽ ടൈമർ, അതുപോലെ 8279 പ്രോഗ്രാമബിൾ കീബോർഡ് ഡിസ്പ്ലേ, ദെൻ 8237 ഓർ 8257 DMA ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഇതൊക്കെ പാരലൽ ഇന്റർഫേസസിന് എക്സാമ്പിൾസ് ആണ്. ഇത് പഠിച്ചു വെക്കുക. ഇതെല്ലാം ഓരോ ഇന്റർഫേസും എന്താണ്. 8255 പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ് ആണ്. 8259 എന്ന് പറയുമ്പോൾ പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർ. ദെൻ 8253 പ്രോഗ്രാമബിൾ ഇന്റർവെൽ ടൈമർ. 8279 എന്ന് പറയുമ്പോൾ പ്രോഗ്രാമബിൾ കീബോർഡ് ഓർ ഡിസ്പ്ലേ. 8237 8257 ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ്. ഓക്കെ, IO ഡിവൈസസിൽ നിന്ന് CPU-യിലേക്ക് അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് 3 ഡിഫറെൻറ്റ് മോഡ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ പ്രോഗ്രാംഡ് IO മോഡ്, സെക്കൻഡ് വൺ ഇന്ററപ്റ്റ് ഡ്രിവൺ IO, തേർഡ് വൺ ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്കിനി നോക്കാം. ഫസ്റ്റ് വൺ പ്രോഗ്രാംഡ് IO. പ്രോഗ്രാംഡ് IO എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡയറക്ട്ലി ഇൻ ദ സെൻസ് ഒരു ഹൈ സ്പീഡ് ഇന്റർഫേസ് ഇടയിൽ കാണുമായിരിക്കും. ഇതിൽ CPU ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്മോൾ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബിഗ് പിക്ചർ കുറച്ചും കൂടിയും നമുക്കൊന്ന് സൂം ഇൻ ചെയ്ത് നോക്കാം. നമുക്ക് പ്രോസസ്സർ ഉണ്ട്, അതുപോലെ തന്നെ IO ഡിവൈസ് ഉണ്ട്. ഇതിന്റെ രണ്ടിന് ഇടയ്ക്ക് ഒരു ഇന്റർഫേസ് വരുന്നുണ്ട്, വിച്ച് ക്യാൻ ബി പ്രോഗ്രാംഡ് IO.
ഓക്കെ, അതിന് ഒരു എക്സാമ്പിൾ ആണ് 8255 പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാംഡ് IOക്കകത്ത് CPU ഡേറ്റ ട്രാൻസ്ഫറിന്റെ എല്ലാ സ്റ്റെപ്പിലും ഡയറക്ട്ലി ഇൻവോൾവ് ആയിരിക്കും. പ്രോഗ്രാംഡ് IO എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം, CPU കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഏതെങ്കിലും IO ഡിവൈസ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടോ എന്ന്. ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യുന്നതിന് പോളിംഗ് എന്നാണ് പറയുക, POLL, പോൾ. അപ്പൊ CPU ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, IO ഡിവൈസസിന്റെ സ്റ്റേറ്റസ് പോൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാംഡ് IOനെ വേണമെങ്കിൽ നമുക്ക് പോൾഡ് IO ഡേറ്റ ട്രാൻസ്ഫർ സ്കീം എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ CPU ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. IO ഡിവൈസ് എന്തെങ്കിലും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഇന്റർഫേസിലെ ബഫറിലോട്ട് മൂവ് ചെയ്യും. ബഫറിൽ ഒരു ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഇന്റർഫേസ് എന്ത് ചെയ്യും, അത് CPUവിനെ സിഗ്നൽ ചെയ്യും. CPU ഇത് പോൾ ചെയ്യുന്നതിനിടയ്ക്ക് ഈ ഒരു ഇന്റർഫേസ്, ഈ ഒരു സ്റ്റേറ്റസ് കാണുമ്പോൾ, ഒരു സ്റ്റേറ്റസ് ഫ്ലാഗ് അപ്പായി കാണുമ്പോൾ ഉടനെ തന്നെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുകയും ഡേറ്റ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സിഗ്നൽ ഇന്റർഫേസിലോട്ട് പാസ് ചെയ്യുകയും ചെയ്യും. ദെൻ ഡേറ്റ ട്രാൻസ്ഫർ നടക്കും. ഇതാണ് ഫണ്ടമെന്റലി പ്രോഗ്രാംഡ് IOക്കകത്ത് നടക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വർക്കിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ IO ഡിവൈസ് ബസ്സിനകത്തോട്ട് ഡേറ്റ പ്ലേസ് ചെയ്യും. ദെൻ ഒരു ഡേറ്റ വാലിഡ് സിഗ്നല് ഈ ഇന്റർഫേസിലോട്ട് അയക്കും. ഇന്റർഫേസ് അതിനകത്തുള്ള സ്റ്റാറ്റസ് രജിസ്റ്റർ, ആ സ്റ്റേറ്റസ് ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യും. ദെൻ ഡേറ്റ വാലിഡ് ലൈന് ഡിസേബിൾ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഡിവൈസ് എന്ത് ചെയ്യും, ഡേറ്റ ആക്സെപ്റ്റഡ് എന്ന് പറയുന്ന സിഗ്നല് IO ഡിവൈസിലേക്ക് അയച്ച് അതിനെയും ഡിസേബിൾ ചെയ്യും. CPU എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഈ കാണുന്ന സ്റ്റേറ്റസ് ഫ്ലാഗ് കണ്ടിന്യൂസ്ലി പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സ്റ്റേറ്റസ് ഫ്ലാഗ് 1 ആയി സെറ്റ് ചെയ്യുന്ന ആ മൊമെന്റിൽ CPU ഡേറ്റ രജിസ്റ്ററിൽ നിന്നുള്ള ഈ ബഫറിൽ നിന്നുള്ള ഡേറ്റ റീഡ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ബേസിക്കലി ഹിയർ. ഈ കണ്ടിന്യൂസ് പോളിംഗ് കാരണം ശരിക്കും CPUവിന്റെ ടൈം അവിടെ വേസ്റ്റ് ആവുകയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇത് ആക്ച്വലി ഒരു സ്ലോ ഡേറ്റ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. സ്ലോ ഡിവൈസസ് ആണ്, സിമ്പിൾ ഡിവൈസസ് ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അത്തരത്തിലുള്ളതിന് ഇത് സൂട്ടബിൾ ആണ് ഈ പറയുന്ന പ്രോഗ്രാംഡ് IO ഡേറ്റ ട്രാൻസ്ഫർ സ്കീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് മോണിറ്ററിംഗ് വേണ്ടി വരുന്ന സിസ്റ്റം ആണെങ്കിലും ഓക്കെ, ഇത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഹൈ സ്പീഡ് ഡിവൈസസ് ഒക്കെ വരുന്ന കേസിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ പ്രോഗ്രാംഡ് IO അല്ലെങ്കിൽ പോൾഡ് IOക്കകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ IO ഡിവൈസസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് അതിന് അസൈൻ ചെയ്തിട്ടുള്ള ഒരു യുണീക്ക് അഡ്രസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഇത്തരത്തില് IO ഡിവൈസസിന് അഡ്രസ് അലോട്ട് ചെയ്യുന്നതിന് 2 ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് മെമ്മറി മാപ്ഡ് IO, രണ്ടാമത്തേത് IO മാപ്ഡ് IO. മെമ്മറി മാപ്ഡ് IOയില് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഒരു CPU ഉണ്ട്. നമുക്കൊരു 2 കൺട്രോൾ സിഗ്നൽസ് ആണ് CPU ജനറേറ്റ് ചെയ്യുന്നത്, റീഡ് അതുപോലെ തന്നെ റൈറ്റ്. നമ്മുടെ മെമ്മറി ഡിവൈസസിനും അതുപോലെ തന്നെ IO ഡിവൈസസിനും ഈ കൺട്രോൾ സിഗ്നൽസ് ആക്സസിബിൾ ആണ്. ഈ മെമ്മറി മാപ്ഡ് IOക്കകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെമ്മറി സ്പേസിലേക്കായിരിക്കും IO ഡിവൈസസ് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. മെമ്മറി ഡിവൈസസും IO ഡിവൈസസും എല്ലാം മെമ്മറി സ്പേസിലേക്ക് ആയിരിക്കും മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ IO ഡിവൈസസിന് അലോട്ട് ചെയ്യുന്ന അഡ്രസ് എന്ന് പറയുന്നത് മെമ്മറി അഡ്രസ് ആയിരിക്കും. അതായത് പ്രോസസ്സറിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, മെമ്മറി എന്നാണോ IO എന്നാണോ ഏതിന്റെയാണ് ഈ അഡ്രസ് എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എങ്ങനെയാണോ മെമ്മറി ഡിവൈസസിനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ IO ഡിവൈസസിനെയും പ്രോസസ്സർ ട്രീറ്റ് ചെയ്യും. ആൻഡ് ഇൻ കേസ് ഓഫ് IO മാപ്ഡ് IO ആണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മെമ്മറി ഡിവൈസസ് ഉണ്ട്, IO ഡിവൈസസ് ഉണ്ട്, പ്രോസസ്സർ ഉണ്ട്. പ്രോസസ്സർ 4 സിഗ്നൽസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, IO റീഡ്, IO റൈറ്റ്. മെമ്മറി ഡിവൈസസിന് വേണ്ടിയിട്ട് ഒരു റീഡ് ആൻഡ് റൈറ്റ് സിഗ്നൽസ്, അതുപോലെ തന്നെ IO ഡിവൈസസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റീഡ് ആൻഡ് റൈറ്റ് സിഗ്നൽസും ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാതിൻ്റെതായിട്ടുള്ള റീഡ് റൈറ്റ് സിഗ്നൽസ് മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം IO മാപ്ഡ് IOക്കകത്ത് IO സ്പേസിലേക്കായിരിക്കും IO ഡിവൈസസ് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് ഇൻസ്റ്റെഡ് ഓഫ് മെമ്മറി അഡ്രസ്, നേരത്തെ മെമ്മറി മാപ്ഡ് IOക്കകത്ത് മെമ്മറി അഡ്രസ് ആണ് IO ഡിവൈസസിന് അലോട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ IO സ്പേസ് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ IO അഡ്രസ് ആയിരിക്കും IO ഡിവൈസസിന് അലോട്ട് ചെയ്യുക. അപ്പോൾ പ്രോസസ്സറിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും മെമ്മറി ഡിവൈസ് ഏതാണ് അല്ലെങ്കിൽ IO ഡിവൈസ് ഏതാണ് എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ ഈ IO ഡിവൈസസ് എല്ലാം ഐസൊലേറ്റഡ് ആയിരിക്കും ഈ പറയുന്ന IO മാപ്ഡ് IOക്കകത്ത്.
ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കും നമുക്ക് മനസ്സിലായി. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ IO ഡിവൈസസിന് മെമ്മറി അഡ്രസ്സ് തന്നെയാണ് അലോട്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മെമ്മറി അഡ്രസ്സിന്റെ അത്രയും തന്നെ വലിപ്പം ഉണ്ടായിരിക്കും, സൈസ് ഉണ്ടായിരിക്കും ഈ പറയുന്ന IO അഡ്രസ്സ്. അത്രയും തന്നെ ലെങ്തി ആയിരിക്കും IO അഡ്രസ്സ് എന്ന് പറയുന്നത്. സെയിം ലെങ്ത് ആയിരിക്കുമല്ലോ. സേ നമുക്കിപ്പോ 16 ബിറ്റ് ആണ് നമ്മുടെ അഡ്രസ് ബസിന്റെ സൈസ് എങ്കിൽ നമുക്ക് പറയാം 2^16 IO ഡിവൈസസും വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇൻ കേസ് ഓഫ് IO മാപ്ഡ് IO ഡിവൈസസ് എത്ര എണ്ണം ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ലിമിറ്റഡ് ആയിരിക്കും. കാരണം IO അഡ്രസ്സസ് എന്ന് പറയുന്നതിന്റെ സൈസ് മെമ്മറി അഡ്രസ്സിനേക്കാളും ചെറുതായിരിക്കും. ഇറ്റ് ക്യാൻ ബി 8 ഓർ മേ ബി 4 ഓർ വാട്ട് എവർ. എന്തായാലും മെമ്മറി അഡ്രസ്സിനേക്കാൾ ഓൾവേസ് ചെറുതായിരിക്കും IO അഡ്രസ് എന്ന് പറയുന്നത്. 8 ബിറ്റ്സ് ആണ് IO അഡ്രസ്സിന്റെ ലെങ്ത് വരുന്നതെങ്കിൽ നമുക്ക് 2^8 IO ഡിവൈസസ് മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഒരു ഡിഫറൻസ് ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സിഗ്നൽസ്, കൺട്രോൾ സിഗ്നൽസ്, മെമ്മറി മാപ്ഡ് IOക്കകത്ത് 2 സിഗ്നൽസേ ആവശ്യം വരുന്നുള്ളൂ, റീഡും റൈറ്റും. കാരണം മെമ്മറി ഡിവൈസസ് ആയിക്കോട്ടെ IO ഡിവൈസസ് ആയിക്കോട്ടെ രണ്ടിനും അലോട്ട് ചെയ്യുന്നത് മെമ്മറി അഡ്രസ് ആണ്. പക്ഷെ ഇൻ കേസ് ഓഫ് IO മാപ്ഡ് IO ഇതിന് രണ്ടിനും സെപ്പറേറ്റ് സിഗ്നൽസ്, കൺട്രോൾ സിഗ്നൽസ് ആവശ്യമാണ്. മെമ്മറി ആണ് റീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റീഡ് ഓർ റൈറ്റ് കൺട്രോൾ സിഗ്നൽസും, IO ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റീഡ് ഓർ റൈറ്റ് സിഗ്നൽസും നമുക്ക് പിന്നെ CPU ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ മോഡ് നോക്കാം, വിച്ച് ഇസ് ഇന്ററപ്റ്റ് ഡ്രിവൺ IO. ഒരു ഇന്ററപ്റ്റഡ് പ്രോസസ്സർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കോൺസെപ്റ്റിലേക്ക് വരാം. ഒരു ഇന്ററപ്റ്റഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് ഒരു മെയിൻ പ്രോഗ്രാം പ്രോസസ്സർ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഡിവൈസ് റെഡി ആണ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ, INT സിഗ്നൽ വരുവാണെങ്കിൽ മെയിൻ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച്, ഏത് പോയിന്റിലാണ് നമുക്ക് ആ ഇന്ററപ്റ്റ് വന്നത് അവിടെ വെച്ച് നിർത്തി അന്നേരം പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്ററിലെ which stores the address of the next instruction to be executed. ഓക്കെ, അതിന്റെ അഡ്രസ് റിട്ടേൺ അഡ്രസ് ആയിട്ട് സേവ് ചെയ്ത് വെക്കും. ദെൻ എന്ത് ചെയ്യും, ഏത് ഇന്ററപ്റ്റ് ആണോ വിളിച്ചിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ഇൻവോക്ക് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേസിൽ ഒരു IO ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ഇന്ററപ്റ്റ് ആയിരിക്കാം ഇൻവോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഈ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇത് എന്ത് ചെയ്യും, നേരെ റിട്ടേൺ ചെയ്യും. റിട്ടേൺ വാല്യൂ അഗൈൻ PC-ലോട്ട് ലോഡ് ചെയ്യും, പ്രോഗ്രാം കൗണ്ടറിലോട്ട് ലോഡ് ചെയ്യും. ദെൻ മെയിൻ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഇന്ററപ്റ്റ് ഡ്രിവൺ IO ട്രാൻസ്ഫർ മോഡിനകത്ത് നടക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാരലൽ ഇന്റർഫേസസ് ലിസ്റ്റ് ചെയ്തപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് ഒരു ഇന്ററപ്റ്റ് കൺട്രോളർ, പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർ 8259 എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രൊസസറിന്റെ അതുപോലെ IO ഡിവൈസസിന്റെ ഇടയിൽ നമ്മൾ പ്ലേസ് ചെയ്യും. IO ഡിവൈസസ് എന്ന് വരുന്ന ഇന്ററപ്റ്റ് എങ്ങോട്ടേക്കായിരിക്കും പോവുക, ഈ ഇന്ററപ്റ്റ് കൺട്രോളർ ആക്സെപ്റ്റ് ചെയ്ത് അത് ആ ഇന്ററപ്റ്റ് കൺട്രോളർ ആയിരിക്കും CPU-ന് സെൻഡ് ചെയ്യുന്നത്. CPU ആകെ ഈ ഇന്ററപ്റ്റ് കൺട്രോളർ ആയിട്ട് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുവഴി IO ഡിവൈസസിന്റെ പിന്നെ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ ICന്റെ ഇന്ററപ്റ്റ് കൺട്രോളറിന്റെ ലേറ്റൻസിനെ മാത്രമാണ് പിന്നെ ഈ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിനകത്ത് 8259 ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മറ്റു 2 എക്സാമ്പിൾസും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 8253 ആൻഡ് 8279. 8253 എന്ന് പറയുമ്പോൾ പ്രോഗ്രാമബിൾ ഇന്റർവെൽ ടൈമർ, ഇതുപോലെ തന്നെ വേറെ ഒരു ഇന്റർഫേസ് ആണ്. പിന്നെ 8279 എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ കീബോർഡ് ഓർ ഡിസ്പ്ലേ, അത് മറ്റൊരു ഇന്റർഫേസ് ആണ്. ഇതിന്റെ പേരും അതിന്റെ പർപ്പസും പഠിച്ചു വെക്കണം. ഇനി ഫൈനൽ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ മോഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഡയറക്റ്റ് മെമ്മറി ആക്സസിനകത്ത് CPU-ന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ IO ഡിവൈസസ് എന്ത് ചെയ്യും, മെയിൻ മെമ്മറിയിലോട്ട് ഡേറ്റ ബൾക്ക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അത് എനേബിൾ ചെയ്യുന്നത് ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ഓർ DMA കൺട്രോളർ ആണ്. DMA കൺട്രോളർ ചിപ്സിന്റെ നെയിംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 8237 അതുപോലെ തന്നെ 8257. ഇത് രണ്ടും DMA കൺട്രോളേഴ്സ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് DMA കൺട്രോളറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. CPU ആദ്യം തന്നെ ഈ DMA-നെ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കും. കുറച്ച് സോഴ്സ് അഡ്രസ്സും അതുപോലെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സും കൺട്രോൾ സിഗ്നൽസും കൗണ്ട് വാല്യൂ ഒക്കെ വെച്ചിട്ട് DMA ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ CPU അവനവന്റെ കാര്യം നോക്കി ബാക്കിയുള്ള പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകും. ഈ DMA-ന്റെ കൺട്രോൾ ലോജിക്ക്
കൺട്രോൾ ലോജിക് എന്ത് ചെയ്യിച്ചാല് എന്തെങ്കിലും റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ഡിവൈസിനെ എനേബിൾ ചെയ്യും ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഡിവൈസ് എന്ത് ചെയ്യും? വേണ്ട ഡേറ്റ ബഫറിലോട്ട് സെൻഡ് ചെയ്യും. ഡേറ്റ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാല് DMA ഒരു സിഗ്നല് CPU-ന് സെൻഡ് ചെയ്യും. അത് CPU അക്നോളജ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാല് സിസ്റ്റം ബസിന്റെ കൺട്രോൾ അപ്പാടെ DMA അങ്ങനെ പിടിച്ചെടുക്കും. പിന്നെ CPU-ന് ആ സിസ്റ്റം ബസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. CPU ഐഡിയൽ ആയിരിക്കും ആ സമയത്തേക്ക്. DMA കൺട്രോളറിന് ആ ആക്സസ് കിട്ടി കഴിഞ്ഞിട്ട് വെച്ചാൽ IO ഡിവൈസിൽ വേണ്ട ഡേറ്റ എല്ലാം മെമ്മറിയിലോട്ടോ CPU-ലോട്ടോ എങ്ങോട്ടാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ആ DMA കൺട്രോളർ ചിപ്പ് വെച്ചിട്ട് നമ്മൾ അത് ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. DMA കൺട്രോളർ CPU-ന് അയക്കുന്ന സിഗ്നലിന്റെ പേരാണ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു സിഗ്നലാണ് അയക്കുക. ആ ഹോൾഡ് സിഗ്നൽ അയച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ CPU-ന് മനസ്സിലാവും സിസ്റ്റം ബസ് കുറച്ച് സമയത്തേക്ക് ഇങ്ങർക്ക് വേണം, DMA കൺട്രോളറിന് വേണം എന്നുള്ളത്. അപ്പോ ചെയ്യുന്ന കാര്യം നിർത്തിവെച്ചിട്ട് എന്താണോ ചെയ്യുന്നത് അത് നിർത്തിവെച്ചിട്ട് DMA കൺട്രോളറിന് വേണ്ട സമയത്ത് സിസ്റ്റം ബസിന്റെ ആക്സസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അക്നോളജ്മെന്റ് ആണ് CPU തിരിച്ചയക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ DMA കൺട്രോളർ എന്ത് ചെയ്യും? പിന്നെ ഡിവൈസിന്റെ അടുത്ത് വേണ്ട ഡേറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളും നടത്തിക്കൊള്ളാനായിട്ട് പറയും. ഇതിൽ നമ്മൾ പഠിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതായത് ഈ DMA ഓപ്പറേഷൻ നടക്കുമ്പോൾ CPU 2 സ്റ്റേറ്റ്സിലാണ് കോമൺ ആയിട്ട് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബിസി സ്റ്റേറ്റ് ആയിരിക്കും. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് അല്ലെങ്കിൽ ഹോൾഡ് സ്റ്റേറ്റ്. അതായത് ഡേറ്റ പ്രിപ്പയർ ചെയ്യുന്നത് വരെ CPU ബിസി സ്റ്റേറ്റിലും, ബിസി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ, എക്സിക്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തേക്ക് മാത്രം എന്തായിരിക്കും? CPU ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ ഹോൾഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് പറഞ്ഞത് DMA ഓപ്പറേഷന്റെ സമയത്ത് CPU 2 സ്റ്റേറ്റിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഓക്കെ, എത്ര സമയം ഈ CPU ബ്ലോക്ക്ഡ് ആയിരിക്കും അല്ലെങ്കിൽ എത്ര സമയം ബിസി ആയിരിക്കും എന്ന് അറിയാനായിട്ടുള്ള ഒരു ഫോർമുല നമ്മൾ പഠിക്കേണ്ടതുണ്ട്. X എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ടൈം ആണെന്ന് വിചാരിക്കുക. പ്രിപ്പറേഷൻ ടൈം അതായത് അത് IO-ന്റെ സ്പീഡിനെ അനുസരിച്ചിരിക്കും. ദെൻ Y എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ടൈം ആണ്, വിച്ച് മീൻസ് മെയിൻ മെമ്മറിന്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഓഫ് ടൈം CPU ഈസ് ബ്ലോക്ക്ഡ്. CPU ബ്ലോക്ക് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഹോൾഡ് സ്റ്റേറ്റിലായിരിക്കുന്ന പെർസെന്റേജ് ഓഫ് ടൈം എന്ന് പറയുന്നത് കാണാനായിട്ട് Y ഡിവൈഡഡ് ബൈ X പ്ലസ് Y ഇൻറ്റു 100 ചെയ്താൽ മതി. ഇനി എത്ര സമയം, എത്ര പെർസെന്റേജ് ഓഫ് ടൈം CPU ബിസി ആയിരിക്കും എന്ന് അറിയണമെങ്കിലാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? X ഡിവൈഡഡ് ബൈ X പ്ലസ് Y ഇൻറ്റു 100 ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുള്ളത്, DMA 3 മോഡ്സിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബർസ്റ്റ് മോഡ്, സെക്കൻഡ് വൺ സൈക്കിൾ സ്റ്റീലിംഗ് മോഡ്, തേർഡ് വൺ ബ്ലോക്ക് മോഡ്. ഇങ്ങനെ 3 മോഡ്സിലാണ് DMA ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബർസ്റ്റ് മോഡ് എന്ന് പറയുമ്പോൾ HLDA സിഗ്നൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മെയിൻ മെമ്മറിയിലോട്ട് ബൾക്ക് എമൗണ്ട് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മോഡിനെയാണ് നമ്മൾ ബർസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ഏതാ? സൈക്കിൾ സ്റ്റീലിംഗ് മോഡ്. സൈക്കിൾ സ്റ്റീലിംഗ് മോഡ് ഒക്കെ പല എക്സാമുകളിലും നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേരള PSCയുടെ. അതെന്ന് പറയുമ്പോൾ HLDA സിഗ്നല് കിട്ടുന്നതിന് മുൻപ് തന്നെ ചില സമയത്ത് ഈ DMA ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും? CPU-ന്റെ ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് മെയിൻ മെമ്മറിയിലോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ സൈക്കിൾ സ്റ്റീലിംഗ് മോഡ് എന്ന് പറയുന്നത്. അത് എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ബ്ലോക്ക് മോഡ്. ബ്ലോക്ക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാല് HLDA സിഗ്നൽ കിട്ടിയതിന് ശേഷം ഡേറ്റ ബ്ലോക്ക് വൈസ് ആയിട്ട് ബ്ലോക്സ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ, മെയിൻ മെമ്മറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിനെ ബ്ലോക്ക് മോഡ് എന്നാണ് പറയുക. അപ്പൊ ഈ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ സ്കീംസ് ആൻഡ് ഇന്റർഫേസസിനകത്ത് ജനറൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.